ഇത് കലശത്തിൽ വെച്ച് പൂജയ്ക്ക് കൊണ്ടുവരണം. അങ്ങനെയാവട്ടെ സ്വാമി. ശാന്തി പൂജ ഞാനും അഖിലും ചെയ്താൽ നന്നായിരിക്കൂലേ? ആ അമ്മേ, ഞാനും അഖിലേട്ടനും ചേർന്ന് ഈ പൂജ ചെയ്യാം. ശരി മോളെ, ഗർഭിണിയായിരിക്കുന്ന നിന്റെ ആഗ്രഹം എങ്ങനെയാ ഞാൻ വേണ്ടെന്ന് പറയുക? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പൂജ ചെയ്യാൻ പാടില്ല. പൂജ നന്നായി നടന്നില്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനത് ദോഷം ചെയ്യും. ശരി സ്വാമി. കാർത്തികേ, അങ്ങനെയാണെങ്കിൽ നീ ഈ പൂജ ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ചു. അഖിലിനും കാർത്തികയ്ക്കും പറ്റാത്ത സ്ഥിതിക്ക് ഭാവനയും ഭാസ്കറും ചെയ്യട്ടെ. വസുവേടത്തി അബേട്ടനും ചെയ്താലും നന്നായിരിക്കും അമ്മേ. ഭാസ്കറും ഭാവനയും ഈ വീട്ടിലെ മൂത്ത മകനും മരുമകളുമാണ്. അവരുടെ കൈകൊണ്ട് പൂജ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ശേഷം ഈ വീട്ടിലെ മുതിർന്നവരവരായതുകൊണ്ട് അവര് തന്നെ ഈ പൂജ ചെയ്യട്ടെ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിൽക്കണേ സ്വാമി, ദക്ഷിണ വാങ്ങിയിട്ട് പോകാം. ഭാവനെ കൊണ്ടുവാ. ശരിയമ്മേ. നല്ലത് മാത്രം വരട്ടെ. രുദ്രാക്ഷമാല നല്ലതുപോലെ സൂക്ഷിക്കണം. ആ മാലയില്ലാതെ നാളെ പൂജ നടക്കില്ല. തിരുമേനി, ഒരു മിനിറ്റ്. എന്ത് പറ്റി? ഒരു സുന്ദരിയായ പെൺകുട്ടിയുണ്ട്. പാവം, ചെറുപ്പത്തിൽ തന്നെ ഭർത്താവിന് നഷ്ടമായി. അവൾക്കൊരു രണ്ടാം കല്യാണം വേണം. ഏത് പൂജ ചെയ്താലാ കല്യാണം നടക്കാന്ന് ഒന്ന് പറയാമോ? അവരുടെ പേര്, വയസ്സ്, ജാതകം എല്ലാം തന്നാൽ അത് വെച്ച് നോക്കിയിട്ട് പറയാം. അവള് ഏകദേശം എന്നെ പോലെ ഇരിക്കുന്നു വിചാരിച്ചോ? അല്ലെങ്കിൽ ഞാൻ തന്നെയാണെന്ന് കരുതിക്കോ? എനിക്ക് രണ്ടാം കല്യാണം നടക്കുവോ? ശിവ ശിവ, വിനാശകാലേ വിപരീത ബുദ്ധി, കലിയുഗം. ഇദ്ദേഹം ഇപ്പൊ എന്താ പറഞ്ഞത്? ഏട്ടൻ എവിടെ പോയി? പൂ വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. താൻ പറഞ്ഞ പൂ വാങ്ങിക്കാൻ ഞാൻ ഒരുപാട് കടകൾ കയറേണ്ടി വന്നു. അവസാനം ഒരു കടയിൽ നിന്ന് കിട്ടി. ഇതാ പിടിച്ചോ.
ഇതെന്താണാവോ? പൂവ്. ഞാൻ മുല്ലയല്ലേ വാങ്ങാൻ പറഞ്ഞിരുന്നത്. ഇതൊരു പൂവല്ലേ? ഏത് പൂവായാലും എന്താ തലയിൽ വെച്ചാ പോരെ? ഏട്ടൻ തമാശ പറയുന്നതാണല്ലേ? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ പൂ മേടിക്കാൻ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? കുറഞ്ഞതൊരു 10 കടയിലെങ്കിലും കയറി കാണും. എന്തോ ഒരു ഭാഗ്യം ഏട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ടാ ഇവന്റ് മാനേജറുടെ സ്ഥാനത്തിരിക്കുന്നെ. അല്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു. എന്തുദ്ദേശ താൻ അങ്ങനെ പറഞ്ഞേ? ഒന്നും അറിയാത്തൊരാള് ഏട്ടൻ എത്രയോ ഇവന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്രയോ സ്ത്രീകളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെയുള്ള സ്ത്രീകളുടെ തലയില് ഈ പൂവ് ചൂടിയിരിക്കുന്നത് ഏട്ടൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ മിക്ക ഈവന്റ്സിലും ഈ പൂവ് തന്നെ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി കളർഫുൾ. വാതിൽപ്പടി അലങ്കരിക്കാനും ഡെക്കറേഷന് വേണ്ടിയിട്ടും ഈ പൂ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തലയിൽ ഈ പൂവ് കണ്ടിട്ടുണ്ടോന്ന്? അതെന്താ ഇതാരും തലയിൽ വെക്കില്ലേ? ഇതുകൊണ്ടാ ഏട്ടന് ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, എനിക്ക് കാര്യം അറിയില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഐ ആം സോറി. പൂജയുള്ള ദിവസം തന്നെ എന്നെ വേദനിപ്പിച്ചു. നോ 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 നോ, താൻ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവരുത്. 1 മിനിറ്റ്. കണ്ടു കണ്ടു നാമിതാ, കണ്ണു കണ്ണെറിഞ്ഞിതാ, ഉള്ളുകൊണ്ടു ചേർന്നിതാ മധുകലിത. തിങ്കളെന്ന പോലിതാ, നിന്നിലെന്തു ചാരുതാ, ഇന്നറിഞ്ഞു ഞാനിതാ അനുപമത. തെന്നലുരുമ്മണ പോലെ ഇതാ, മഞ്ഞള പെയ്യണ ചേലിലിതാ, നെഞ്ചാകെ ആനന്ദം. ഓ വാങ്ങിച്ചോളൂ. ഈ പൂവ് എവിടുന്നാ? നമ്മുടെ ഗാർഡനിലുണ്ടായതാ. ഒരു ആൺകുട്ടി പെൺകുട്ടിക്ക് റോസാപ്പൂ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? മറ്റുള്ളവരെ പറ്റി എനിക്കറിയില്ല. ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വരാത്തതിൽ താൻ ഡിസപ്പോയിന്റഡ് ആയി. അതുകൊണ്ട് ഞാൻ ഈ റോസാപ്പൂ തരുന്നു. അത് ഈ റോസാപ്പൂ എന്തിന്റെ സിമ്പിൾ ആണെന്ന് അതെങ്കിലും ഏട്ടൻ അറിയോ? എനിക്ക് പൂ ഡെക്കറേറ്റ് ചെയ്യുന്നതല്ലാതെ പൂവിനെ കുറിച്ചൊന്നും അറിയില്ല. താൻ നഴ്സറി നടത്തിയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാം. ഞാനെങ്ങനെ അറിയാനാടോ? മണ്ടൂസ്. എന്താ പറഞ്ഞേ? അത് ഏട്ടൻ ഈ വലിയ വാ കൊണ്ട് ഒരു പാവ കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കണമെന്ന് പറയായിരുന്നു. പക്ഷെ ഞാനൊരു പാവമല്ല. എനിക്ക് ഒരുപാട് അറിവുണ്ട്. എന്റെ അടുത്തുനിന്ന് താൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങോട്ട് തിരിഞ്ഞ്. പത്തരമാറ്റുള്ള പൊന്ന് കനലൂതിയൊരുക്കണുവാന്, താലി മിന്നുമാലയേകുവാ. മനസ്സേ മനസ്സേ നിലവിൻ നിറവേ, ആരും കേൾക്കാതീനം പാടുമീ. ഇപ്പൊ എന്തു പറയുന്നു? ഏട്ടനിപ്പോ എന്താ ചെയ്തേന്ന് ഏട്ടനെ അറിയോ? തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ ഞാൻ? നിന്നിലെ നേര് ഇനിയൊന്നു അല്ല, ചെവിയിൽ വെക്കുമ്പോഴല്ലേ തെറ്റ്.
തലയിൽ വെക്കുന്നതിൽ എന്താ തെറ്റ്? ഇതെന്താ എപ്പോഴും ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്ന? ശരി, എന്നാ ഞാൻ സീരിയസ് ആവട്ടെ. ഒരു സൈഡ് പൂവ് കൊണ്ടുതന്ന് റൊമാൻസ് കാണിച്ചു, ഇപ്പത്തെ കുട്ടികളെ പോലെ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുക. താൻ മനസ്സിലെന്നെ വഴക്കുറയല്ലേ? ഒന്നുമില്ല. ഇപ്പൊ താൻ ഹാപ്പിയാണോ? ഹാപ്പി. ഓക്കെ, എന്നാ ക്ഷേത്രത്തിൽ പോവാം. മനസ്സിൽ എന്തോ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതുപോട്ടെ, താൻ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. താൻ എന്നെ മണ്ടനെന്നും വിളിച്ചു. ഞാൻ മണ്ടനൊന്നും അല്ല കേട്ടോ. ഓക്കെ, ടൈമായി. 2 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ട് വരാം. ഈ വീട്ടിലെ ഏറ്റവും വലിയ ശല്യമായിട്ട് ഞാനുള്ളപ്പോ ഇവിടെ എത്ര ശാന്തി പൂജ നടത്തിയാലും ഒരു പ്രയോജനവുമില്ല. എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കുന്നതാ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ശാന്തി പൂജ. ഭാവനെ, ഈ രുദ്രാക്ഷമാല വാങ്ങിക്കോളൂ. Thank God. എന്താ ഭാവനെ, ഇതൊക്കെ ശ്രദ്ധിച്ചു വാങ്ങേണ്ടതല്ലേ? ഒന്ന് തെറ്റിയെങ്കിൽ പവിത്രമായ മാല ഇപ്പോൾ താഴെ വീണു പോകുമായിരുന്നു. പൂജ ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമായിരുന്നു. എന്നോട് ക്ഷമിക്കമ്മേ, എന്താന്നറിയില്ല, കൈ പെട്ടെന്ന്. ഭാവനയുടെ കയ്യിൽ നിന്ന് താഴെ വിടാൻ പോയ മാല വസു പിടിച്ചു.
ശാന്തി പൂജ വസുവിന്റെ കൈകൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് ആ ദൈവം തന്നെ തീരുമാനിച്ചിരിക്കുക. ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഭാവന തന്നെ പൂജ ചെയ്തോട്ടെ. ഇല്ല ഏട്ടത്തി, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അല്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഭാവനയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ നിശ്ചയമായിരിക്കും. വസു, ഇനി നീ വേണം ശാന്തിപൂജ ചെയ്യാൻ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പൂജ ചെയ്യാൻ പാടില്ല. ഇല്ല അമ്മേ. ഈ വീട്ടില് എന്നെക്കാളും മുതിർന്ന ഭാവനേച്ചിയും ഭാസ്കരേട്ടനും ഉണ്ടല്ലോ. അവരുടെ കൈകൊണ്ട് പൂജ ചെയ്താൽ നല്ലതായിരിക്കും. അവരൊക്കെ മുതിർന്നവരായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ വാക്കിന് വിലയില്ലേ നിനക്ക്? എന്തിനാ അമ്മേ വെറുതെ പ്രശ്നം? ഞങ്ങൾ തന്നെ ശാന്തി പൂജ ചെയ്തോളാം. അത് വേണ്ട ഏട്ടാ. സാരമില്ല വസു, നിന്റെ കൈകൊണ്ട് തന്നെ പൂജ ചെയ്യേ. ഞാനും അഖിലും ആ പൂജ ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഈ ഫേക്ക് പ്രഗ്നൻസി അതിന് തടസ്സമായി. പൂജ ചെയ്യേണ്ട അവസരം വസുവേട്ടത്തേക്ക് കിട്ടി. രുദ്രാക്ഷമാല എടുത്തുകൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് തിരികെ കൊണ്ടുപോവാ. ജയന്തി, ഞാനും അഭിയും ഭാസ്കറും കൂടി മുംബൈ ക്ഷേത്രത്തിൽ ചെന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാം. ശരി ഏട്ടാ. ഭാവനെ, പൂജയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുക്കി വെക്കേ. ശരി അമ്മേ. എന്താ നീ വല്ലാതിരിക്കുന്നേ? വസുവേട്ടത്തി പൂജ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ല. എനിക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്തൂടെ? അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. അവസരം കിട്ടിയാ ഞാനത് മുതലാക്കില്ലേ? ശരി, വാ വാ. ഭാവനെ, ഭാവനെ. അമ്മേ, കീർത്തിനെയും അനുവിനെയും കൂട്ടിക്കൊണ്ടുവാ.
സ്വപ്നത്താണോടാ കളിക്കുന്നേ?